കൊച്ചി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ എ അഷ്റഫിന്റെ വാഹനമിടിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പറവൂർ എളന്തിക്കര സ്വദേശി CT ഫ്രാൻസിസ് ആണ് മരിച്ചത്. നവംബർ 2-ന് അഷ്റഫ് യാത്ര ചെയ്തിരുന്ന പോലീസ് ജീപ്പിടിച്ചാണ് CT ഫ്രാൻസിസിന് ഗുരുതര പരിക്കേറ്റത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ഇവിടെ ട്രാഫിക്കിൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന്റെ വാഹനമിടിച്ചാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകാം. സ്വാതി, കഴിഞ്ഞ നവംബർ 2-ാം തീയതി ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായിരുന്നത്. ട്രാഫിക് ACP ആയിരുന്ന അഷ്റഫ്, അദ്ദേഹം എളന്തിക്കരയിലേക്ക് ഔദ്യോഗിക വാഹനത്തിൽ പോവുകയായിരുന്നു. അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക വാഹനം അവരുടെ സ്റ്റേഷൻ പരിധി വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാളയിലുള്ള വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയായിരുന്നു ഈ വാഹനം കൊണ്ടുപോയത്. ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു. ഈ വാഹനം എളന്തിക്കരയിൽ വെച്ച് CT ഫ്രാൻസിസ് എന്ന ഗൃഹനാഥനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അതിവേഗതയിൽ വന്ന വാഹനം ഇടിച്ചു തെറിച്ച അദ്ദേഹത്തിന് CT ഫ്രാൻസിസിന് ഉടൻ തന്നെ ബോധം നഷ്ടമായി. പിന്നീട് അദ്ദേഹം കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി അടക്കമുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായി മാറുകയും ചെയ്തു. ഇന്ന് പുലർച്ചയോടുകൂടി CT ഫ്രാൻസിസിൻ്റെ മരണം സംഭവിച്ചു. നേരത്തെ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് CT ഫ്രാൻസിസിനെതിരെ എ അഷ്റഫിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അദ്ദേഹം ട്രാഫിക് ACP ആയിരുന്നു. നിയമം പാലിക്കേണ്ട ആൾ തന്നെയാണ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയത്. അന്ന് നിരവധി വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതിനെ തുടർന്നാണ് പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തയ്യാറായത്. ആദ്യം CT ഫ്രാൻസിസിനെ ഇടിച്ച വാഹനത്തിൻ്റെ നമ്പറോ പേരോ എഴുതാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അൺനോൺ, അത് അറിയാൻ പാടില്ലാത്ത വാഹനം എന്നുള്ളതായിരുന്നു എഴുതി വെച്ചത്. പിന്നീട് പ്രതിഷേധം ഉയർന്നു വന്നു. ഒപ്പം തന്നെ വാർത്തകൾ പുറത്തു വന്നു. ഇതോടുകൂടിയാണ് എ അഷ്റഫിൻ്റെ പേര് എഴുതി ചേർത്തത്. ഏതായാലും അഷ്റഫിൻ്റെ വാഹനമിടിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ ഗൃഹനാഥൻ ഇന്ന് പുലർച്ചെ മരണപ്പെട്ടിരിക്കുകയാണ്. സ്വാതി. ശരി സഹിൻ, കൊച്ചി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ എ അഷ്റഫിന്റെ വാഹനമിടിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥനാണ് മരിച്ചത്.